മില്ലിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും നമ്മൾ തീയൽ ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ചാണ് തീയൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന തീയൽ തേങ്ങ അരയ്ക്കാതെ കേട്ടോ, ഇത്തിരി എളുപ്പത്തിൽ എങ്ങനെ വെച്ചാൽ തീയൽ ഉണ്ടാക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റൗ എത്തിച്ചു, പാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. ഇപ്പം തീയൽ സാധാരണ നമ്മൾ തേങ്ങ വറുത്തരച്ച് ഒക്കെയാണ് നമ്മൾ തീയൽ വയ്ക്കാറ്. പക്ഷേ ഇങ്ങനെ തീയലെന്ന് പറയാവുന്ന തീയലാണിതും കേട്ടോ. ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരിക, കൂട്ടാൻ ഇത്തിരി കുറവാണെങ്കിൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. അപ്പം എന്തുകൊണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കടുകിട്ടു കേട്ടോ. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് 2 വറ്റൽമുളകും കൂടെ ഇടാവേ. സത്യത്തിൽ ഈ കൂട്ടാൻ ഞാൻ പഠിച്ച എവിടുന്നാന്നില്ലേ, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് ലേഖ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ലേഖയുടെ വീട്ടിൽ ചെന്നപ്പോഴേ ഉച്ച സമയമായിരുന്നു കേട്ടോ. ഉച്ച സമയത്ത് ചെന്നു. അപ്പോൾ എല്ലാ വീട്ടിലെ ആണുങ്ങളുടെ കൂട്ട് പുള്ളിക്കാരന് വേഗം ചോറ് വിളമ്പ് ലേഖ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിത്തിരി കൂട്ടാൻ കുറവായിരുന്നു അവിടെ. ഇന്നത്തേക്ക് ലേഖ എന്നാന്ന് വെച്ചാൽ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ഞാനും കൂടെ ചെന്ന് പുള്ളിക്കാരി ഇത്തിരി കൂട്ടാൻ കുറവാണ്, ഇനി ഞാൻ വേഗം ഒരു കൂട്ടാൻ വയ്ക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് അന്ന് ലേഖ വെച്ച കൂട്ടാനാട്ടോ ഇതേ. അത് കഴിഞ്ഞതിന് അന്ന് ഞാൻ നോക്കി എന്നത് കണ്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എപ്പം ഒത്തിരി കൂട്ടാൻ കുറവാണെന്ന് തോന്നി അവിടെ ഞാനിത് വയ്ക്കും കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത് കൂട്ടാനായിട്ട്. കാരണം തീയലാണെന്ന് മാത്രം നമുക്ക് തീയൽ പോലെ തന്നെ ഇതിന് കുഞ്ഞായിട്ട് കുനുകുനാന്നല്ല സബോളയാണ്. ഈ സബോള നമുക്ക് വഴറ്റും. ഇതിൽ നമ്മൾ കുഞ്ഞുള്ളിയായി എടുക്കുന്നത്. ഇതിപ്പോൾ സബോളയാണ്. സബോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാതെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് കൊണ്ടേ സബോള വേഗം വഴന്ന് കിട്ടുകയാണ്. നല്ലപോലെ വേഗം വഴന്ന് കിട്ടും. കാരണം അത്രയും ചെറുതായിട്ടല്ലേ സബോള അരിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് വേഗം വഴന്ന് കിട്ടും. അപ്പോൾ നമുക്കൊരു ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാവേ. ഇടുമ്പോൾ സബോള വേഗം വഴന്ന് കിട്ടുകയാണ്. അതുപോലെ സബോള ഒന്ന് വഴയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും ഇട്ട് കൊടുക്കും. നമ്മൾ ഈ വേഗമുള്ള കൂട്ടാനൊക്കെ ആകുമ്പോഴേ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ഉണ്ടാക്കുകയും ആരെങ്കിലും വരുമ്പോൾ വേഗമാക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇതൊക്കെ. അപ്പം നമുക്ക് ഈ സവോളയൊന്ന് വേണമെങ്കിൽ ഒന്ന് മൂടി വയ്ക്കാതെ. മൂടി വെച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. അന്നേരത്തേക്ക് അത് പിന്നെ വേഗം മൂടി വെക്കുകയാണെങ്കിൽ വേഗം ഒന്ന് വഴന്ന് കിട്ടുമല്ലോ. അതൊന്ന് മൂടി വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അത് സവോളയുടെ ആ പച്ചപ്പൊക്കെ മാറി വെച്ച് നിറം തന്നെ മാറിയിട്ടുണ്ട് സവോളയുടെ. നമ്മളത് കണ്ടോ നല്ല നിറം മാറിയില്ലേ ഇതിൻ്റെ. നമുക്കൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം ഒന്നുകൂടെ സവോള ഒന്ന് വഴന്ന് കിട്ടും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. സവോളയുടെ ആ പച്ചപ്പ് മാറി ഒരു ബ്രൗൺ നിറം. എല്ലാം നല്ലപോലെ ഒന്ന് ഉണങ്ങൊന്നും വേണ്ട കേട്ടോ. ഈ ആ പച്ചപ്പെല്ലാം മാറി ഒരു ബ്രൗൺ നിറമായി കിട്ടിയാൽ മതിയേ. ഇനിയിപ്പോൾ ഓണമൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ ഓണത്തിന് കൂട്ടാൻ വെക്കുന്ന കൂടെ ഒരു തൊടുകറിയായിട്ടൊക്കെ ഇത് വെക്കാം. ഒരു സൈഡായിട്ട് ഒക്കെ വെക്കാമല്ലോ. നമുക്ക് ഒത്തിരി കൂട്ടാൻ വെക്കുന്ന തിരക്കിൽ നമുക്ക് വേഗം ഇതും കൂടെ വെക്കാമല്ലോ. ഇപ്പം നമുക്ക് തീ ഇച്ചിരി കുറച്ചിട്ട് നമുക്കൊരു ശകലം മുളക് പൊടി അത് ആവശ്യത്തിന് മതി കേട്ടോ. എരിവ് എങ്ങനെയാണോ എല്ലാവർക്കും വേണ്ടത് അതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പാകത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. ഇനി ഇതൊന്ന് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ആ പച്ചമണം ഒന്ന് മാറി ഒന്ന് സബോളയിൽ അത് നന്നായിട്ടൊന്ന് പിടിക്കട്ടെ കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സബോളയുടെ എല്ലാ ഭാഗത്തും അത് നല്ലപോലെ ഒന്ന് ചേരട്ടെ. നമുക്ക് ഓണം വരുന്നുണ്ട്. ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കറിയാൻ ഇതും കൂടെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനിയിപ്പം ഞാനിത് ആ സബോളയിലേക്ക് ഇത് നല്ലപോലെ
മുളക് മല്ലിപ്പൊടി എല്ലാം ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, തീയൽ എപ്പോഴും നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നതാണല്ലോ പുളി പിഴിഞ്ഞത്. അപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് പുളി പിഴിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനിപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒട്ടും വെള്ളമയൊന്നും ഇല്ലാതെ ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. അല്ലാതെ തൊടുകറിയായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചിലപ്പോൾ ചൂട്ടാൻ കുറവാണെങ്കിൽ ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ചേ നീട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് ഒഴിച്ചുകൂട്ടാൻ പകരമായിട്ട് ഉപയോഗിക്കാമല്ലോ. അപ്പം ഈ പുളി നല്ലപോലെ ഇതിനകത്ത് പിടിച്ച് ഒന്ന് നല്ലപോലെ ആകട്ടെ കേട്ടോ. പുളിയും ഉള്ളിയൊക്കെ ആയിട്ടൊന്ന് ചേരാനായിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇത് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. അത് നന്നായിട്ട് പുളിയൊക്കെ നല്ലപോലെ ഇതിൽ ചേർന്ന് ഒന്ന് ഇതിലേക്ക് ഇത് നല്ല കട്ടയ്ക്ക് ഇങ്ങനെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ തന്നെ എടുക്കാം. ഇനി അതല്ല നിങ്ങൾ വെള്ളം ഒഴിച്ച് ഇത്തിരി കൂടി നീട്ടണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാണെങ്കിലും നീട്ടിയെടുക്കാതെ ഇങ്ങനെ ഈ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂട്ടുകാരോടൊക്കെ ഒന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇങ്ങനെ ഈസി ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് ഇനിയും നമുക്ക് കാണാം കേട്ടോ. എനിക്കിതിങ്ങനെ തന്നെ എടുക്കുവാണ്. ഇങ്ങനെ കട്ടയ്ക്ക് തന്നെ എടുക്കാനാണ്. ഇങ്ങനെ കട്ടയ്ക്ക് തന്നെ എടുക്കാനായിട്ട് ഞാനിത് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് കുറച്ച് നമുക്ക് നീട്ടിയെടുക്കണമെങ്കിൽ നിങ്ങൾ നീട്ടിയെടുത്തോ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള റെസിപ്പികളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും നമസ്കാരം.